സുരക്ഷ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് അതിർത്തിയിലെ കഠിനമായ മഞ്ഞുവീഴ്ചയിൽ കാവൽ നിൽക്കുന്ന ജവാന്മാരെയും ആകാശത്തെ ഇടിമുഴക്കം പോലെ ഗർജിക്കുന്ന യുദ്ധവിമാനങ്ങളെയുമാണ്. എന്നാൽ അധികമാരും അറിയാത്ത, ആരും കാണാത്ത ഒരു നിശബ്ദ സൈന്യം നമ്മുടെ സമുദ്രത്തിനടിയിൽ പതിയിരിപ്പുണ്ട്. ഇന്ത്യയുടെ ന്യൂക്ലിയർ ട്രയഡ് അഥവാ ആണവ പ്രതിരോധ ശേഷിയുടെ ഏറ്റവും കരുത്തുറ്റതും ഏറ്റവും മാരകവുമായ ഭാഗം നമ്മുടെ സ്വന്തം ആണവ അന്തർവാഹിനികൾ. എന്തുകൊണ്ടാണ് ചൈനയെയും പാകിസ്ഥാനെയും ഒരുപോലെ ഈ വിദ്യ ഭയപ്പെടുത്തുന്നത്? എന്താണ് ഇന്ത്യയുടെ ഈ സൈലന്റ് ബാക്ക്ബോൺ? നമുക്ക് നോക്കാം. ഒരു രാജ്യം നമ്മളെ ആണവായുധം ഉപയോഗിച്ച് ആക്രമിക്കാൻ മുതിർന്നാൽ തിരിച്ചടിക്കാനുള്ള നമ്മുടെ ശേഷിയാണ് ഡിറ്ററൻസ് എന്ന് വിളിക്കുന്നത്. ഇന്ത്യയുടെ നയം നോ ഫസ്റ്റ് യൂസ് എന്നാണ്. അതായത് നമ്മൾ ആദ്യം ആക്രമിക്കില്ല. എന്നാൽ ശത്രു രാജ്യങ്ങൾ നമ്മുടെ കരയിലെ സൈനിക താവളങ്ങളോ വിമാനത്താവളങ്ങളോ തകർത്താൽ പോലും കടലിനടിയിൽ ഒളിച്ചിരിക്കുന്ന അന്തർവാഹിനികൾ വഴി നമുക്ക് ശക്തമായി തിരിച്ചടിക്കാനാകും. ഇതിനെയാണ് സെക്കൻഡ് സ്ട്രൈക്ക് കാപ്പബിലിറ്റി എന്ന് പറയുന്നത്. ലോകത്ത് വളരെ കുറച്ച് രാജ്യങ്ങൾക്ക് മാത്രമേ ഈ കരുത്തുള്ളൂ. പതിറ്റാണ്ടുകൾ നീണ്ട കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ഇന്ത്യയുടെ അഡ്വാൻസ്ഡ് ടെക്നോളജി വെസൽ പദ്ധതി. 2016 INS അരിഹൻ കമ്മീഷൻ ചെയ്തതോടെ ഇന്ത്യ ഈ മേഖലയിൽ ചരിത്രം കുറിച്ചു. തൊട്ടു പിന്നാലെ 2024 INS അരിഘാത് കൂടി എത്തിയതോടെ ഇന്ത്യയുടെ കരുത്ത് ഇരട്ടിയായി. അരിഘാതിലെ K4 മിസൈലുകൾക്ക് കടലിനടിയിൽ നിന്ന് ചൈനയുടെ കിഴക്കൻ തീരങ്ങൾ വരെ തകർക്കാൻ ശേഷിയുണ്ട്. അതായത് ശത്രുവിന്റെ കണ്ണിൽ പെടാതെ തന്നെ അവരുടെ ഹൃദയഭാഗത്തേക്ക് പ്രഹരമേൽപ്പിക്കാൻ ഇന്ത്യക്ക് ഇന്ന് സാധിക്കും. ഇനി വരാനിരിക്കുന്നത് ഇതിലും വലിയ കരുത്തനാണ്. INS അരിധമൻ. മുൻപത്തെ അന്തർവാഹിനികളിൽ 4 മിസൈൽ ട്യൂബുകൾ മാത്രമായിരുന്നെങ്കിൽ അരിധമനിൽ അത് 8 വർദ്ധിപ്പിച്ചു. അതായത് ഇതിന് ഇരട്ടി മിസൈലുകൾ വഹിക്കാനാകും. ഇതിൽ K-15 ഷോർട്ട് റേഞ്ച് മിസൈലുകളും K-4 ഇന്റർമീഡിയറ്റ് റേഞ്ച് മിസൈലുകളും സജ്ജമാക്കാം. ഭാവിയിൽ വരാനിരിക്കുന്ന K-5 മിസൈലുകളെയും ഇത് ഉൾക്കൊള്ളും. ചുരുക്കത്തിൽ കടലിനടിയിലെ ഇന്ത്യയുടെ ഒരു സഞ്ചരിക്കുന്ന മിസൈൽ താവളമായിരിക്കും അരിധമൻ. 4ാമത്തെ അന്തർവാഹിനിയായ INS അരിസുധൻ ഇപ്പോൾ കടലിലെ പരീക്ഷണങ്ങളിലാണ്. 2027 ഇത് നാവികസേനയുടെ ഭാഗമാകും. ഇതോടെ ഇന്ത്യ ഒരു വലിയ നാഴികക്കല്ല് പിന്നിടും. എന്താണെന്നല്ലേ? ഒരേ സമയം 4 ആണവ അന്തർവാഹിനികൾ നമുക്കുണ്ടാവും. ഇതിലൂടെ വർഷത്തിൽ 365 ദിവസവും 24 മണിക്കൂറും ഇന്ത്യയുടെ ഒരു ആണവ കപ്പലെങ്കിലും സമുദ്രത്തിനടിയിൽ ജാഗ്രതയോടെ ഉണ്ടാകും. ശത്രുക്കൾക്ക് നമ്മളെ ഒന്ന് തൊടാൻ പോലും പേടിയുണ്ടാക്കുന്ന സാഹചര്യം. എന്തിനാണ് ഇന്ത്യ ഇത്രയും വേഗത്തിൽ ഈ പദ്ധതികൾ പൂർത്തിയാക്കുന്നത്? കാരണം വ്യക്തമാണ്. ചൈന തങ്ങളുടെ നാവികസേനയെ അതിവേഗം വളർത്തുകയാണ്. 2035 80 അന്തർവാഹിനികൾ നിർമ്മിക്കാനാണ് ചൈനയുടെ ലക്ഷ്യം. പാകിസ്ഥാൻ ചൈനയിൽ നിന്ന് 8 അന്തർവാഹിനികൾ വാങ്ങുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നമ്മുടെ മേധാവിത്വം നിലനിർത്താൻ ഇത്തരം ആണവ അന്തർവാഹിനികൾ അത്യന്താപേക്ഷിതമാണ്. അരിഹൻ, അരിഘാത്, അരിധമൻ, അരിസുധൻ ഈ പേരുകളുടെ അർത്ഥം പോലെ തന്നെ ശത്രുവിനെ നിശബ്ദമായും മാരകമായും നേരിടാൻ ഇന്ത്യ ഇന്ന് പൂർണ്ണ സജ്ജമാണ്. സമുദ്രത്തിനടിയിൽ ഒളിച്ചിരിക്കുന്ന ഈ മഹാശക്തികൾ വെറുമൊരു യുദ്ധ കപ്പലുകളല്ല, മറിച്ച് 140 കോടി ജനങ്ങളുടെ സുരക്ഷയ്ക്കുള്ള ഉറപ്പാണ്. ഇന്ത്യയുടെ ഈ അദൃശ്യമായ പ്രതിരോധ കവചം ഇനി ലോകത്തിന് മുന്നിൽ ഒരു ചോദ്യചിഹ്നമല്ല, മറിച്ച് ശത്രുക്കൾക്കുള്ള കൃത്യമായ ഒരു ഉത്തരമാണ്.